ഇന്ന് കെട്ടാം നാൾ. ഇന്നാട്ടിലെ ജനം വിലയിരുത്തും, വിധിയെഴുതും. അംഗത്തിന് നാൾ കുറിച്ച് അന്നു മുതൽ മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ ചില പ്രത്യേക കാര്യങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞു കേരളം. അതിന്നും തുടർന്നു. നാളെയെങ്കിലും മാറി രാഷ്ട്രീയം പറയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയുമാകാം. അമ്പലപ്പുഴയിലെ അംഗത്തിന് ചൂടുകൂട്ടി പുന്നപ്രയുടെ പാരമ്പര്യം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി. സംവാദത്തിനുള്ള സമയം മാറ്റിവെച്ച് കാത്തിരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. ട്രെൻഡിന്റെ സൂചന ഇതുവരെ പരസ്യപ്പെടുത്താത്ത കേരളം അടിത്തട്ടിൽ കാത്തുസൂക്ഷിക്കുന്നത് മാറ്റമോ തുടർച്ചയോ എന്ന് മെയ് മാസത്തിലെ 4-ാം നാൾ കണ്ടുതന്നെ അറിയേണ്ടി വരും. പൊളിച്ചെടുക്കുമോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, ഇടത് നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നത്. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസ പ്രകടനം സംവാദത്തിന് വന്നിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ പൊളിച്ചടുക്കിയേനെ എന്നാണ്. മുഖ്യമന്ത്രി കണ്ടം വഴി ഓടുമെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പുതുഭാഷാ പ്രയോഗമായതുകൊണ്ട് എന്നും. ഇതിലും വലിയ ആത്മവിശ്വാസം നമ്മൾ 2021 കണ്ടതാണല്ലോ. അന്നും ഈ ചരിത്രം സൃഷ്ടിക്കും, അതേപോലെ തന്നെ ഇത്തരത്തിൽ പല സാമർത്ഥ്യങ്ങളും അദ്ദേഹം കാണിക്കേണ്ടായി. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കിട്ടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 91 സീറ്റിൽ നിന്ന് 99 സീറ്റായിട്ട് അധികാരത്തിൽ വന്നു. 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായിട്ട് മാറി. ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി നിരവധി നേട്ടങ്ങളിലേക്ക് കുതിച്ചു മുന്നേറാൻ കേരളത്തിന് കഴിഞ്ഞു. കാരണം അന്ന് വെറും 1.25 ലക്ഷമായിരുന്ന പട്ടയ വിതരണം ഇപ്പം 4,20,000 മാറി. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുടെ വീട് ഇരട്ടിയിലധികമായി കഴിഞ്ഞ് 5 ലക്ഷം പൂർത്തീകരിച്ചു. 1.92 ലക്ഷം വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം സർക്കാർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം, ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കണക്കുകൾ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. അപ്പോൾ 5 വർഷത്തെ ഭരണം 10 വർഷമായിട്ട് മാറിയപ്പോൾ എല്ലാ രംഗത്തും സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് UDF-ന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത്, ഏത് രംഗത്താണ് ഈ ഗവൺമെന്റ് പിന്നിൽ? വിദ്യാഭ്യാസ രംഗത്താണോ, ആരോഗ്യ രംഗത്താണോ, സാമൂഹ്യ സുരക്ഷാ രംഗത്താണോ, വികസന പദ്ധതികളുടെ കാര്യത്തിലാണോ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? അത്തരത്തിൽ ഏത് സംവാദവും നിങ്ങൾക്ക് ഉയർത്താം, ഏത് ചർച്ചയും നമുക്ക് സംഘടിപ്പിക്കാം. പക്ഷേ ഇവിടെ ഡീൽ എന്ന് പറഞ്ഞ് കുറേ ദിവസം കളഞ്ഞു. അതേപോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ദിവസങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽമല മുണ്ടക്കയിലെ ശവശരീരങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് എങ്കിൽ സംവാദമായിക്കൂടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് നിരാശയുണ്ട് മുഖ്യമന്ത്രി ആ സംവാദത്തിന് അവസരം നിരാകരിച്ചതിൽ. അല്ല, സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഒരു സംവാദമാകാമെന്നോ ഇതുപോലെ ഒരു ചാനൽ ചർച്ചകളുടെ ഫ്ലോറിൽ ഇരുന്നു പോലെ ചർച്ച നടത്താമെന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പല വിഷയങ്ങൾ ഉയർത്തി ഇത്തരം വിഷയങ്ങളിൽ സംവാദമാകാമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സംവാദം തന്നെയാണ് കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിട്ട് ഒരൊറ്റ കോൺഗ്രസ് നേതാവ് മറുപടി പറയുന്നില്ലല്ലോ. തുടർച്ചയായി 9-ാം ദിവസമാണ് ചാനൽ ചർച്ചയിൽ ഇരുന്ന് കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിക്കുന്നത്. എന്താണ്? ചൂരൽമല മുണ്ടക്കയിലെ മൃതശരീരത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച പണം പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിന്റെയും അക്കൗണ്ടിലുണ്ട് എന്ന് പത്രപ്രവർത്തകരെ വിളിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ച പണം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ്, ഈ 2 നേതാക്കന്മാരുടെ അഫിഡവിറ്റിൽ സൂചിപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് IT ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത കണക്ക്, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പണം എവിടെ? ഒരു നയാ പൈസയെങ്കിലും ഇനി ബാക്കിയുണ്ടോ? ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് വർക്ക് നടത്തുന്നത്? ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാൾ ഇവിടെ കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബലാത്സംഗ കേസിൽ ജാമ്യമടക്കം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചതിന് ഒരു ഉത്തരവുമില്ല. നിയമസഭയിലാണെങ്കിൽ ചോദ്യം ചോദിക്കാനും അതുപോലെ സംവാദത്തിൽ ഏർപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇവർ ആ അവസരം കളഞ്ഞു കുടിച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കുന്നത് UDF ആണ്, പ്രതിപക്ഷ നേതാവാണ്, UDF-ന്റെ നേതാക്കന്മാരാണ്. ശരി, ശ്രീ രാജു പി നായർ, നോക്കൂ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇതിലായാലോ സംവാദം എന്ന് ചോദിച്ചുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് 1037 സർക്കാർ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കാർഡ് മുന്നോട്ട് വെക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇതിലായാലോ സംവാദം എന്ന് ചോദിച്ചുകൊണ്ട് പങ്കുവെക്കുന്നത് ഇരുണ്ട കാലത്തിലേക്കുള്ള മടക്കയാത്ര വേണമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വികസന പദ്ധതികൾ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഒരു സംവാദ വിഷയമായി മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നുണ്ടോ?
മാധു, ഇതല്ലല്ലോ സംവാദം, അതല്ലല്ലോ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. ഏതെങ്കിലും ഒരു വിഷയം പറയും, എന്നിട്ട് അതിനുശേഷം പിന്നെ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നികേഷ് കുമാർ എഴുതി കൊടുക്കും. അങ്ങനെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കാനാണെങ്കിൽ ഇദ്ദേഹം ഈ രാഷ്ട്രീയത്തിൻ്റെ മാന്യതയൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, എന്തു സുന്ദരമാവുമായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്തിനും ഒരുപക്ഷെ ലോകത്തിന് നമുക്ക് പറയാൻ പറ്റില്ല, US പ്രസിഡന്റുമാരൊക്കെ പരസ്പരമായ സംവാദത്തിൽ പോകാറുണ്ട്. സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി പരസ്യമായ ഒരു സംവാദം വികസന കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തു സുന്ദരമാവുമായിരുന്നു. ആ ഒരു വേദിയിലേക്ക് വന്ന് അവരിരുന്ന് പരസ്പരം സംസാരിച്ച് അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതിനേക്കാൾ വലിയൊരു സുവർണാവസരം. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒരു ഘട്ടത്തിൽ രണ്ടുപേരും സംവാദത്തിന് തയ്യാറായ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ വളരെ ആവേശത്തോടു കൂടിയും ഒരു വളരെ അക്കാഡമിക്കായിട്ട് നോക്കിയിരുന്നതാണ്. അതിൽ നിന്ന് ഓടി ഒളിച്ചത് ആരാ? കാരണം എന്നറിയോ, ഇപ്പോൾ അരുൺകുമാർ ഇവിടെ പറയുന്ന പോലെ അദ്ദേഹത്തിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. എന്താ, 5 ലക്ഷം വീടുകൾ ഞങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തിയാക്കി, നേരത്തെ ഉള്ള സമാനതകളില്ലാത്ത ഗവൺമെൻറ്. പ്രശ്നം എന്ന് വെച്ചാൽ പിണറായി വിജയൻ വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് VD സതീശൻ ഈ പറയുന്ന സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ടിലെ 27-ാം നമ്പർ പേജിലെ കണക്കെടുത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പണിത വീടുകൾ കണക്കെടുത്തേക്ക് പറയും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 4,43,000 വീടുകളോളം UDF കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കി എന്നുള്ളത് സ്ഥാപിക്കപ്പെടും. പിണറായി വിജയൻ അതിന് മറുപടി ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ അരുൺകുമാറിന് ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയാൻ പറ്റുമോ? അരുൺകുമാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മാധുവിന് സംശയം ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ഞാനിപ്പോൾ അയച്ചു തരാം. നിൽക്കട്ടെ അരുൺ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇത് നോക്കൂ, ഈ 4000 വീട് മാത്രമാണ് UDFന്റെ കാലത്ത് വെച്ചു നൽകിയത് എന്നൊരു ആക്ഷേപമാണ് CPMന്റെ ഭാഗത്തുനിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് 4 ലക്ഷത്തിലധികം വീടുകളാണ് എന്ന് കോൺഗ്രസ് അസന്നിഗ്ധമായി പറയുന്നു, നിയമസഭാ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പിന്നെ കേട്ടൊരു വാദം ഈ നിയമസഭാ രേഖ ഒരു സാങ്കേതിക പിഴവാണ് എന്നുള്ളതാണ്. നമുക്കതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകാം. അഡ്വക്കേറ്റ് KS അരുൺകുമാറിന് സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ, രാജു പിന്നാർക്ക് അത് പറയാൻ കഴിയുമെങ്കിൽ പറയട്ടെ. ജനത്തിനൊരു തീരുമാനമാകുമല്ലോ. ഒറ്റ കാര്യം, ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫെബ്രുവരി മാസം അവസാനം കേരളത്തിന്റെ നിയമസഭയിൽ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം 3209 നമ്പർ ചോദ്യപ്രകാരം അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് സാക്ഷാൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടിയുണ്ട്. ആ മറുപടി പ്രകാരം എല്ലാ ഹെഡിലുമുള്ള വീടുകൾ ആകെ കണക്ക് കൂട്ടിയാലും അത് 2269 വീടുകളേ ഉള്ളൂ. ഇവിടെ 4 ലക്ഷത്തിലധികം വീടുകൾ എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. 4 ലക്ഷത്തിലധികം വീടുകളുണ്ട് എന്നുള്ള ഏത് രേഖയും കോൺഗ്രസിന് പുറത്തുവിടാം, അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കോൺഗ്രസിന് പുറത്തുവിടാം. ശ്രീ രാജു പിന്നാർ, നോക്കൂ, ഉമ്മൻചാണ്ടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുഴുവൻ ഭരണകാലയളവുമായി ബന്ധപ്പെട്ടാണ്. ചോദ്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനുശേഷം LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KT ജലീൽ പറഞ്ഞ കണക്കുകളാണല്ലോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ഇതിലേതാണ് വിശ്വസനീയം? ഞാൻ KT ജലീലിന്റെ കണക്ക് മാത്രം ഉദ്ദേശിച്ചു. KT ജലീൽ മാത്രമല്ല, AK ബാലൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനെ സംബന്ധിച്ച് കണക്കുകൾ കേരളത്തിന് നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ മന്ത്രിമാർ പറഞ്ഞത് തെറ്റായ കണക്കാണെന്ന് പറയുകയാണെങ്കിൽ എനിക്കതിനകത്ത് മറ്റൊന്നും പറയാൻ കഴിയില്ല. പിണറായി വിജയന്റെ മന്ത്രിമാർ നിയമസഭയിൽ വന്ന് പറയുന്ന കണക്കുകൾ തെറ്റായ കണക്കുകളാണ്, ഇത്രമാത്രം ബോധ്യമില്ലാത്ത മന്ത്രിമാരാണെന്ന് ഇവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പോട്ടെ, ടേബിൾ 4 ഹൗസസ് കൺസ്ട്രക്റ്റഡ് ഫോർ ഹോംലെസ് ഫ്രം 2001 to 2016 ഇൻ കേരള. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിലെ പേജ് നമ്പർ 27 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് പറയാണ്, സീരിയൽ നമ്പർ 1 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് 2011 മുതൽ 2016 വരെ 14,694. ഡയറക്ടർ ഓഫ് സൈനിക് വെൽഫെയർ 21 വീട്. കേരള ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് 391 വീട്. ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ 2497 വീട്. ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 3157 വീട്. ലോക്കൽ സെൽഫ് ഡിപ്പാർട്ട്മെൻറ്റ് 13,278 വീട്. കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, അത് ഇന്ദിരാവാസ് യോജനയുടെ ഭാഗമായിട്ട് വരുന്നതാണ്, 2,25,121. ഡയറക്ടറേറ്റ് ഓഫ് അർബൻ അഫയേഴ്സ് 17,549. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 21,324. ഷെഡ്യൂൾഡ് ട്രൈബ് ഡിപ്പാർട്ട്മെൻറ്റ് 2,695. ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് 1,24,487. ടോട്ടൽ 4,29,214. ശരിയേ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കൂ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഈ ടേബിൾ 4മായി ബന്ധപ്പെട്ട് CPMന് പറയാനുള്ളത് എന്താണ്?
ഇവിടെ കൃത്യമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വച്ച് പണിത വീടുകളുടെ കണക്ക് കൂട്ടി നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് പ്രതിപക്ഷ ഉപനേതാവിന് കൊടുത്ത മറുപടിയാണ് ഞാൻ കൃത്യമായിട്ട് വായിച്ചത്. ആ മറുപടിയിൽ എല്ലാം നമ്മൾ എത്ര തവണ കണക്ക് കൂട്ടിയാലും 4629 വീടുകളേ ഉള്ളൂ. ഒറ്റ മിനിറ്റ്, ഇവിടെ താങ്കൾ കേൾക്കൂ. ലേബർ ഡിപ്പാർട്ട്മെന്റ് വെച്ചു കൊടുത്ത വീട്, മറ്റു വകുപ്പുകൾ വെച്ചു കൊടുത്ത വീട് എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ടുള്ള കണക്കുകൾ കേരളത്തിന്റെ നിയമസഭയുടെ മേശപ്പുറത്ത് തന്നെയുണ്ട്. നമുക്ക് സംവാദമാകാം. ഞാൻ ഈ ഉത്തരം കൃത്യമായിട്ട് താങ്കൾക്ക് അയച്ചു തരാം. നിങ്ങൾ ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കണക്ക്, ശേഷം 2 കൊല്ലം കഴിഞ്ഞിട്ട് 2018 KT ജലീൽ കൊടുത്ത കണക്ക്, ഇപ്പൊ KT ജലീൽ ഉമ്മൻചാണ്ടി 4 ലക്ഷം വീട് വെച്ചു കൊടുത്തു എന്ന 4000-ൽ നിന്ന് ഇത്രയോ അധികം 100-കണക്കിനധികം കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും എന്താ കാര്യം? ഒറ്റ മിനിറ്റ്, ഞങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയ 5 ലക്ഷം ഗുണഭോക്താക്കളുടെ പേര്, ലിസ്റ്റ്, ജില്ല, താലൂക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. UDFന്റെ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് വീട് ലഭിച്ച ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഇവർ പബ്ലിഷ് ചെയ്യട്ടെ. ഈ 2 ലിസ്റ്റ് വന്നാൽ ഒരു ഭാഗത്ത് 4000, ഒരു ഭാഗത്ത് 5 ലക്ഷമാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി സർക്കാർ രേഖകൾ നാളെ തന്നെ പബ്ലിഷ് ചെയ്യാം. എന്താ അർത്ഥശൂന്യമാണ്? നിയമസഭാ രേഖ ആണ് ഉദ്ധരിക്കപ്പെടുന്നത്. അത് സാങ്കേതിക പിഴവാണോ, ആ നിയമസഭാ രേഖ കള്ളമാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അത്തരം വാദങ്ങളാണ് കേൾക്കുന്നത്. നിയമസഭാ രേഖ പ്രകാരം KT ജലീലിന്റെ മറുപടി ഇത്രയധികം വീടുകളുടെ കണക്കാണ് പുറത്തുവിടുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും പിഴവുണ്ട് എന്നൊരു അഭിപ്രായമോ ആരോപണമോ നിങ്ങൾക്കുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ കൃത്യമായി തീരാവുന്ന വിഷയമേ ഉള്ളൂ. അത് നടക്കില്ല. അതായത് നിയമസഭാ രേഖ ഒന്നാം പിണറായി വിജയൻ സർക്കാർ നിയമസഭാ രേഖയായി പുറത്തുവിട്ടത്, ആ സർക്കാരിന്റെ കാലത്ത് നിയമസഭ പുറത്തുവിട്ട രേഖ, ഇനി സാങ്കേതികമായ ആരോപണം ഉന്നയിക്കേണ്ട. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭ പുറത്തുവിട്ട നിയമസഭാ രേഖ പിഴവാണെന്നൊരു ആക്ഷേപം CPM-നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അതിലേക്ക് ഒന്നും കടക്കണ്ട. 5 ലക്ഷം ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. 5 ലക്ഷം പ്ലസ് ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന 1.92 ലക്ഷം, അങ്ങനെ 6,92,000 ഞങ്ങൾ നിയമസഭാ രേഖയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടി നൽകിയ നിയമസഭാ രേഖയാണ് നിങ്ങൾ തെളിവായി ഉന്നയിക്കുന്നത് അല്ലേ? അപ്പൊ നിയമസഭാ രേഖ നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്. ഇനി KT ജലീൽ പുറത്തുവിട്ട നിയമസഭാ രേഖയാണ് കോൺഗ്രസ് ആധികാരിക രേഖയായിട്ട് ഉന്നയിക്കുന്നത്. ആ നിയമസഭാ രേഖ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതെങ്ങനെ ശരിയാകും? ഇതിലൊരു മര്യാദ വേണ്ടേ? അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. ഞാനും നിയമസഭാ അംഗമല്ല, ശ്രീ രാജു പി നായരും നിയമസഭാ അംഗമല്ല. ആ നിയമസഭയുടെ രേഖയിലുള്ള സാങ്കേതിക പിഴവാണോ എന്ന് ആധികാരികമായിട്ട് നമുക്ക് ആർക്കും മറുപടി പറയാൻ കഴിയില്ല. ഇവിടെ ആ ഗുണഭോക്തൃ ലിസ്റ്റ് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ അവർ തെളിയിച്ചോട്ടെ. ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി അത് ഒച്ചെടുക്കലോ അല്ല മിസ്റ്റർ രാജു പി നായർ, താങ്കൾക്ക് സമയമുണ്ടല്ലോ, താങ്കൾ എന്തിനാ ഇടയ്ക്ക് കയറുന്നത്? ഒരു മര്യാദ. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടിയാണോ ശരി, അതോ മറ്റോ 2017 കൊടുത്ത മറുപടിയാണോ ശരി? കൃത്യമായിട്ട് ആധികാരികമായിട്ടുള്ള വിവരം പുറത്തു വിട്ടോട്ടെ. ഇതൊക്കെ നിയമസഭാ നിയമസഭാ രേഖ തെറ്റാണെന്ന് പറയുന്നവർക്ക് ഉമ്മൻചാണ്ടി കൊടുത്ത നിയമസഭാ രേഖ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഇനി അങ്ങും രാജു പി നായരും നിയമസഭാ അംഗങ്ങളല്ലാത്തത് കൊണ്ട് നിയമസഭാ രേഖയെ പറ്റി ആധികാരികമായി പറയാൻ കഴിയില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ല. ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമസഭാ രേഖ. ആധികാരികമാണെന്ന വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുന്നത്. ശരി, പോകട്ടെ. KT ജലീലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി AK ബാലൻ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് K സരൺകുമാർ. അതിൽ തന്നെ ഈ പറയുന്ന 4 ലക്ഷത്തിന്റെ കണക്കൊന്നുമില്ലെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗം ആ വകുപ്പ് അത് പുറത്തുവിട്ട അത് കൊടുത്ത വീടുകളുടെ കണക്കുണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ 4000-ൽ കൂടുതലുണ്ടല്ലോ. എന്തായാലും 10-12,000 വീടുണ്ടോ, നിൽക്കട്ടെ, 4000-ൽ കൂടുതലുണ്ടല്ലോ. അപ്പൊ ആ 4000-ന്റെ കണക്ക് എങ്ങനെയാണ് അവിടെയും തെറ്റാകുന്നത്? അല്ല, പട്ടികജാതി വകുപ്പ് കൊടുത്തുവിട്ട വീടുണ്ടെങ്കിലും അതിന് കൃത്യമായി ലിസ്റ്റ് ഉണ്ട് മാധു. ആ ലിസ്റ്റ് ഇന്ന ഗുണഭോക്താവാണ്, ഇന്ന ജില്ലയിലാണ് പേര് ലിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കൃത്യമായി പറയുന്നു ഞങ്ങൾ കൊടുത്ത വീട്. അല്ല, അത് ആയിക്കോട്ടെ, നമുക്ക് ആ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ കിട്ടുമല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് ഇത്ര കൊടുത്തു എന്ന ആ ഗുണഭോക്തൃ ലിസ്റ്റ് പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആര് കൊടുത്ത ഉത്തരമാണ് ശരി എന്ന തർക്കത്തെക്കാൾ ഉപരി ഇന്നെ ആളുകൾക്കാണ് ഞങ്ങൾ കൊടുത്തത് എന്നുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. 5 ലക്ഷം പേരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അത് UDF തയ്യാറാണോ എന്നുള്ള ഒറ്റ ചോദ്യമുള്ളൂ. അതിന് ഉത്തരം വന്നാൽ ഈ പ്രശ്നം തീരും. അല്ല, പാർട്ടി രേഖയാണോ നിങ്ങൾ അപ്പൊ നിയമസഭാ രേഖയ്ക്ക് അപ്പുറത്ത് കാണുന്നത്?
അല്ല, അത്തരം ചോദ്യത്തിലൊന്നും ഒരു യുക്തിയില്ല. അതൊക്കെ താങ്കളുടെ സാങ്കല്പിക അങ്ങയുടെ യുക്തിയാണ് ഞാൻ ചോദിച്ചത്. അതായത് നിയമസഭാ രേഖയ്ക്കപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടി നയിച്ച സർക്കാർ കൊടുത്ത രേഖ പുറത്തുവിടാൻ വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിനാണോ ആധികാരികത എന്ന് ചോദിക്കേണ്ട ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമല്ലേ? അത് ഉത്തരവാദിത്തമല്ല. പാർട്ടി രേഖ എന്താണ്, ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് കൊടുത്ത വീടിന്റെ ലിസ്റ്റ് എന്താണെന്നൊക്കെ ജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. പാർട്ടി രേഖയൊന്നും താങ്കൾ കാണുന്നതിനേക്കാൾ കൂടുതൽ രേഖ കണ്ടവരാണ് ഈ ചർച്ചയുടെ ഭാഗമായി CPM-ന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. പാർട്ടി രേഖ വേറെ, ഭാഗമായിട്ട് അല്ലല്ല അത് വേണ്ട. അത്തരത്തിലുള്ള രീതിയൊന്നും വേണ്ട. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്തൃ ലിസ്റ്റ് കൃത്യമായി അപേക്ഷ സ്വീകരിച്ച് കൊടുത്ത് പാസാക്കി നിർമ്മിച്ചു കൊടുത്ത് താക്കോല് കൈമാറിയവരുടെ ലിസ്റ്റ് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. ആ ലിസ്റ്റ് കൊണ്ടുവരാന്നാ പറഞ്ഞേ. പാർട്ടി രേഖ വേറെ, ഈ ലിസ്റ്റ് വേറെ. അതൊക്കെ കൈവശം വെച്ചാൽ മതി. അല്ല, ഈ രേഖ എടുത്തിട്ടായിരിക്കില്ലേ നിയമസഭ കൃത്യമായി ഒരു കണക്ക് പുറത്തുവിട്ടതെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി അഥവാ നിയമസഭയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. നിയമസഭയിൽ മന്ത്രി ഒരു രേഖ കൊടുക്കുമ്പോൾ അത് ആധികാരികമാണെന്ന് പലതവണ ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ്. അത് ആധികാരികമായ രേഖ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. രാജു പിന്നാർ പെട്ടെന്ന് മറുപടി. നമുക്ക് ഈ വിഷയം അവസാനിപ്പിച്ച് വേറെ വിഷയത്തിലേക്ക് പോകാം. മാധു, ഒറ്റ കാര്യം നോക്കൂ, മന്ത്രിസഭയിൽ ഇവരുടെ 3 മന്ത്രിമാർ കൊടുത്ത മറുപടികൾ മുഴുവൻ തെറ്റാണ്. ഇന്നും സർക്കാരിന്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഞാൻ നേരത്തെ വായിച്ച ടേബിൾ 4 ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രപ്പോസലിലെ ടേബിൾ 4 അത് തെറ്റാണ്. പിന്നെ ഇവരുടെയാണ് രേഖ. എന്നിട്ട് പറയുകയാണേ, പ്രതിപക്ഷത്തോട് പറയുകയാണേ നിങ്ങൾ ലിസ്റ്റ് എടുത്തോണ്ട് വരാൻ. കേരളത്തിന്റെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി എവിടെ ഇരിക്കുക? പ്രതിപക്ഷമാണോ ഇനി ഈ പറഞ്ഞ ലിസ്റ്റ് എടുത്തോണ്ട് വേണ്ടത്? എന്ത് വിവരാവകാശമല്ലല്ലോ, നിയമസഭയിലെ രേഖയല്ലേ കിടക്കുന്നത്. നിയമസഭയിലെ രേഖയും LDF-ന്റെ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ആസൂത്രണം നടത്തിയപ്പോൾ ഉണ്ടാക്കിയ പ്രോജക്ട് റിപ്പോർട്ടിലെ ടേബിൾ 4 ഞാൻ വായിച്ചത്. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായോ പിണറായി വിജയൻ എന്താ സതീശന്റെ അടുത്ത് സംവാദത്തിന് വരാൻ പറ്റാത്തത്? അരുൺകുമാറിന്റെ ഗതിയായി പോകും. അതുകൊണ്ടാണ് വരാം. ശ്രീ M. ജയചന്ദ്രൻ, ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് വരികയാണ്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൽ ഈ UDF-ന്റെ ഇരുണ്ട കാലം എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഗ്രാഫിക്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി ബോധ്യപ്പെടുത്തി. 10 മണിക്ക് ഇന്നത്തെ ഇലക്ഷൻ ചർച്ചകളുടെ ഒരു റൂട്ട് സെറ്റ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അപ്പോഴും VD സതീശനിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ടോ? ചർച്ചയാകാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം അത് പറയുന്നത്. അതിനുശേഷം VN വാസവൻ മാധ്യമങ്ങളെ കാണുമ്പോൾ VD സതീശൻ ഒരു മൃദു ഹിന്ദുത്വവാദിയാണ്, അവസരവാദിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. VD സതീശൻ തിരിച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി അവകാശപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദത്തിൽ ആദ്യത്തേത് വിഴിഞ്ഞം എന്നുള്ളതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലും ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് വിഴിഞ്ഞം എന്നുള്ളതാണ്. അപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്ത് അവകാശവാദമാണ് ഉന്നയിക്കാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഇതിപ്പോ ഈ പറയുന്ന ആരോപണവും ഈ പറയുന്ന അവകാശവാദവും രണ്ടിടത്തുമുണ്ട്, 2 പേർക്കുമുണ്ട്. ഇതില് ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. അതാണ് ചർച്ചയ്ക്ക് വെക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഞാൻ തന്നെ നേരത്തെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയിൽ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞതാണ്. ഇലക്ഷൻ വരുമ്പോഴേക്ക് സാധാരണഗതിയിൽ ഏത് ഇലക്ഷനാണ് ശരി, സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ് വിചാരണയ്ക്ക് വെക്കുന്നത്. പ്രതിപക്ഷമാണ് അതിന് മുൻകൈ എടുക്കുന്നത്, മാധ്യമങ്ങളാണ് അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നത്. അതാണ് നമ്മൾ കണ്ടുപോരുന്നത്. പക്ഷേ ആ ഒരു പതിവിന് നേരെ വിപരീതമായി ഗവൺമെൻറ് 5 വർഷക്കാലത്തെ ഗവൺമെൻറ് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുകയും അതിന് പകരം ഈ ഡീല് പോലുള്ള ആരോപണങ്ങൾ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നൊരു സമീപനം പുറത്തെടുത്തത് ആരാണ്? ഗവൺമെൻറ്റാണോ? ആണോ? ഈ ഇലക്ഷനിയറിങ്ങിൽ അത് പുറത്തെടുക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ഗവൺമെൻറ് 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നില്ല എന്ന് തീരുമാനിക്കുകയും അതിനു പകരം CPM BJP ഡീൽ അതിനെ പാലക്കാട് ഉദാഹരിക്കുകയും തൊട്ട് പിന്നാലെ പാലക്കാട് മാത്രമല്ല 10ഓളം മണ്ഡലങ്ങളുണ്ട് എന്ന് പറഞ്ഞ അടുത്ത ദിവസം മുതൽ അതിൽ തന്നെ വീണ്ടും കടിച്ചു തൂങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്ന് തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല. ഒരു ഇലക്ഷൻ ഇയറിംഗിൽ വളരെ പെരിഫറലായിട്ട് നിൽക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന CPM BJP ഡീൽ പോലുള്ള വിഷയങ്ങൾ. അതിന് ന്യൂക്ലിയസ് ആയിട്ട് വരേണ്ടത് കഴിഞ്ഞ 5 വർഷം എന്താണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്, ആ ഗവൺമെൻറ്റിനെ വിചാരണ ചെയ്യണം. അതാണല്ലോ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഒളിച്ചോടുന്നത് എന്തിനാണ്? അതാണ് മുഖ്യമായ ചോദ്യം. അപ്പോൾ അതങ്ങനെ പിന്നീട് ഞാനത് 2-3 ചർച്ചകളിൽ ഞാനത് പറഞ്ഞിരുന്നു വിവിധ ചാനലുകളായി. പക്ഷെ പിന്നീട് രാഷ്ട്രീയ നേതാക്കളും അതിലേക്ക് വരുന്നുണ്ട്, കുറേശ്ശെ ആണെങ്കിലും ചില മാധ്യമങ്ങളും അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയല്ല ഇലക്ഷൻ ക്യാമ്പയിൻ വേണ്ടത് എന്നെല്ലാവരും പറയുന്നുണ്ട്. സ്വാഭാവികമായും അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കാൻ പറ്റില്ല ഭരണപക്ഷത്തിന്.
അവിടെയാണ് പ്രശ്നം. പക്ഷേ അപ്പൊ ഇതിന്റെ അതെങ്ങനെയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ദിവസവും ഈ അനുകൂലമായി പറയുന്ന ക്യാമ്പയിൻ ചെയ്ത് മീറ്റിങ്ങുകളിലൊക്കെ തിരിക്കാൻ കഴിയുന്നത്? രാഷ്ട്രീയമാണല്ലോ നിരന്തരമായി ഉന്നയിക്കപ്പെടുന്നത്. ഇനിയിപ്പോ അങ്ങയുടെ നാടാണല്ലോ ആലപ്പുഴ. അമ്പലപ്പുഴയിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ പുന്നപ്രയുടെ മണ്ടിൽ പാർട്ടിക്ക് ഒരു പോറല് പോലും ഏൽക്കില്ല എന്ന് ജി സുധാകരനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വലിയ തോതിൽ ജി സുധാകരനെ കോർണർ ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുന്നുണ്ട്. വി ഡി സതീശൻ അതിന് മറുപടി പറയുന്നത് എന്താണ്? വില കുറഞ്ഞ കമന്റ് ആണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ വിട്ടുവന്നവരെ രാഷ്ട്രീയമായി ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വിട്ടുപോയവരെ CPM സ്ഥാനാർത്ഥികളാക്കുന്നില്ലേ, CPM അവരെ പിന്തുണയ്ക്കുന്നില്ലേ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയം കൂടി ഇലക്ഷനിൽ ചർച്ചയാകുമല്ലോ. താങ്കൾ ചോദിച്ചത് നന്നായി. കാരണം ഞാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് അമ്പലപ്പുഴയിലെ പരിപാടിയാണ്, മറ്റൊന്ന് നെടുമുടിയിലെ പരിപാടിയാണ്. ഈ അമ്പലപ്പുഴയിലെ പരിപാടി അദ്ദേഹം തുടങ്ങുന്നത് 4:25-നാണ്, 5:14 നിർത്തുന്നു. അപ്പോൾ ഇതിൽ 5 മണി കഴിയുന്നത് വരെയുള്ള സമയത്ത് അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് LDF ചെയ്തുകൊണ്ടിരുന്നത് എന്നതിൻ്റെ വിശദീകരണമാണ് കൊടുക്കുന്നത്. 5 മണി കഴിയുന്നത് വരെ. ബാക്കിയുള്ള 11-12 മിനിറ്റാണ് സുധാകരൻ വിഷയത്തിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അത് വളരെ ഞാൻ കൃത്യമായി ശ്രദ്ധിച്ചിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ പ്രസംഗം, പിന്നെ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഇത്തരത്തിലുള്ള അമ്പലപ്പുഴയിലെ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയം പറയുകയല്ല പിണറായി വിജയൻ അമ്പലപ്പുഴയിലും ചെയ്തത്. അദ്ദേഹം 10 വർഷക്കാലം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കേരളം അന്ന് എവിടെയായിരുന്നു, ഇന്ന് എവിടെയാണ് എന്ന് വ്യക്തതയോടുകൂടി വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം മുമ്പോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സ്വാഭാവികമായും പറയണമല്ലോ, മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാണല്ലോ, അമ്പലപ്പുഴയുടെ മണ്ണിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ LDF-നെ നയിക്കുന്ന മുഖ്യമന്ത്രി UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ അത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. പക്ഷേ അതും പ്രതിപക്ഷ നേതാവ് എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം 3/4 ഭാഗവും അത് കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ തമസ്കരിക്കുന്നു. എന്നിട്ട് അതിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ പൾപ്പായിട്ട് അദ്ദേഹത്തിന് എടുക്കണമെന്ന് തോന്നിയ ഭാഗം മാത്രം എടുക്കുന്നു. അതാണല്ലോ ചെയ്യുന്നത്. ഞാൻ അങ്ങനല്ല ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ വികസന പ്രവർത്തനങ്ങളിൽ എന്താണ് ഇവരുടെ പിന്നെ കുഴപ്പം, കാണിച്ചു വെച്ചിട്ടുള്ള തെറ്റ്, അതിനോട് എന്താണ് പ്രതിപക്ഷത്തിനുള്ള വിമർശനം, അത്തരം വിമർശനങ്ങളാണ് മുമ്പിൽ വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ആ വിമർശനങ്ങൾ വരുമ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 5 മണ്ഡലങ്ങളിൽ പിന്നെ CPM-ഉമായിട്ട് പിണങ്ങിപ്പിരിഞ്ഞ് 5 പേര് മാറിയിട്ടുണ്ട്. 5 പേരുടെയും വ്യക്തിപരമായ കാരണങ്ങളാണ്, സീറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് 5 പേർക്കും വ്യത്യസ്ത നിലയിലുള്ള കാരണങ്ങൾ. ആ കാരണങ്ങളെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ റെപ്രസെന്റ് ചെയ്യുന്ന പല മാനങ്ങളുണ്ടാവും. അത് ജനങ്ങളെ സംബന്ധിച്ചോളം അത്ര കണ്ട് പ്രധാനമല്ല എന്നുള്ളതാണല്ലോ അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ പിന്നെ സാധൂകരിക്കാൻ ശ്രമിക്കുക. ആ സാധൂകരണം മുഖ്യമന്ത്രിയിൽ നിന്ന് അവസാനമാണ് ഉണ്ടാവുന്നത്. ആദ്യം അദ്ദേഹം പറയുന്നത് മുഴുവനും അവിടെയും നെടുമുടിയിൽ വരുമ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും അവിടെയും ഈ വികസന പ്രശ്നങ്ങൾ തന്നെയാണ് പറയുന്നത്. അതാണ് കാണേണ്ട കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ മാധു, ഈ വീടിന്റെ കണക്ക് പറഞ്ഞല്ലോ, വീടിന്റെ കണക്ക് ലൈഫിന്റെ കാര്യത്തിൽ ഒരു കാര്യം എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ പിന്നെ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്, അതാണല്ലോ ലൈഫിന്റെ അതൊരു മിഷനായിട്ട് കൊണ്ടുവന്നത് 2016. ഈ പിന്നെ കോടിയേരിക്ക് കിട്ടിയ നിയമസഭയിലെ കണക്കിന്റെ മറുപടി അരുൺകുമാറും പറഞ്ഞു, മറ്റേത് രാജു പി നായരും പറഞ്ഞു. രണ്ടും 2 തരത്തിൽ ശരിയാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താണെന്നറിയാമോ? ഈ കോടിയേരി കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ തീർത്ത വീടുകളുടെ കണക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റേത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2011-16 തുടങ്ങിയ 100 കണക്കിന് വീടുകളിൽ ഒരു നിരയുണ്ടായിരുന്നു. കേരളത്തിലെ ഏത് പഞ്ചായത്ത് നോക്കിയാലും എല്ലാം അപൂർണമാണ്. അത് പിന്നെ ഈ പിന്നെ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ഈ സംവിധാനങ്ങൾ വഴി ഇതിന്റെ കണക്കെടുക്കുന്നത് ഏത് നാട്ടിലും നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒന്ന്. രണ്ടാമത്, ഇപ്പൊ എനിക്കൊക്കെ 100 കണക്കിന് വീടുകൾ അങ്ങനെ പറയാൻ എന്ത് ചെയ്യാൻ പറ്റും? ലൈഫിന്റെ റിപ്പോർട്ടിൽ നമ്പർ ഓഫ് ഹൗസസ് കൺസ്ട്രക്റ്റഡ്, പൂർത്തിയായ വീടുകളുടെ എണ്ണം എന്നാണ് ലൈഫിന്റെ ഭവന പദ്ധതിയുടെ പ്രോജക്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 27 അങ്ങേക്കെടുത്ത് നോക്കാം. അല്ല, ലൈഫ് 2016 ഉള്ളൂ. അതിനുള്ള പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നോക്കൂ, ലൈഫ് മിഷൻ പ്രോജക്ട് ഉണ്ടാക്കുമ്പോൾ അതിനു മുൻപുള്ള 5 വർഷത്തെ പറയട്ടെ, അതിനു മുൻപ് 5 വർഷത്തെ നിർമ്മിച്ച വീടുകളുടെ എണ്ണം കാറ്റഗറി വൈസ് പേജ് ഫോം നമ്പർ 4 27ാമത്തെ പേജിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് പൂർത്തിയാക്കിയ, കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല, ആയിക്കോട്ടെ, എനിക്കതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുള്ള ആളല്ല.
അതിന്റെ എങ്ങനെയാണ് എടുക്കണം എന്നുള്ള റൂട്ടൊക്കെ എനിക്കറിയാം. താങ്കൾക്കും വേണമെങ്കിൽ അനായാസമായിട്ട് കിട്ടും. ഞാൻ എടുത്ത് രാജ്യത്തിനാർക്ക് അയച്ചു തരാം എങ്ങനെയാണ് അതിന്റെ അന്നത്തെ സ്ഥിതി. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് എന്നോട് തന്നെ പിന്നെ ഞാനൊരു സാധാരണക്കാരനാണല്ലോ, മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷേ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇത് അന്ന് 1,32,000 രൂപയുള്ളൊരു വീട് പണിയാനായിട്ട് കൊടുക്കുന്ന പണം എന്ന് പറയുന്നതേ, ഇതുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് വീട് പണിയാൻ പറ്റും? അത് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റിന് അറിയാൻ വയ്യ, പറയാനും കഴിയില്ല. ഈ സർക്കാർ കൊടുക്കുന്ന 1,00,000 രൂപയാണ്. ജയേന്ദ്രൻ സർ, അക്കാഡമിക് ഡിബേറ്റ് ഈ സർക്കാർ കൊടുക്കുന്നത് 1,00,000 രൂപയാണ്. സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് 1,00,000 രൂപ മാത്രമാണ്. അതെ, അത് സെഗ്മെന്റൈസ് ചെയ്യൂ. അതിന് പല തരത്തിലുള്ള അതിന്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കണം. മാധു അത് പറയാം. സംസ്ഥാന സർക്കാർ 1,00,000 രൂപ കൊടുക്കുന്നു. 2,20,000 രൂപ പഞ്ചായത്തുകൾ എടുക്കുന്ന ഹഡ്കോയുടെ വായ്പയാണ്. ആ വായ്പ തിരിച്ചെടുക്കാനുള്ള ബാധ്യത പഞ്ചായത്തുകൾക്കാണ്. പിന്നെ 80,000 രൂപ ജില്ലാ, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കൊടുക്കുന്നത്. ഈ പഞ്ചായത്തുകൾ എടുക്കുന്ന ഹഡ്കോയുടെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള പണം പിടിച്ചിട്ടാണ് അടുത്ത വർഷത്തെ പദ്ധതി വീതം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ പഞ്ചായത്തുകൾക്ക് പ്ലാൻ പ്രകാരം കൊടുക്കുന്ന പൈസയിൽ നിന്ന് ഭീമമായ തുക എടുത്തതിന് ശേഷമാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ലൈഫിൽ 1,00,000 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. അങ്ങേക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ചാലഞ്ച് പ്ലീസ്. താങ്കളും ഞാൻ പൂർത്തിയാക്കോട്ടെ. കാര്യം പൊടിവാറ അപ്പുറത്തിരിക്കുന്നല്ലോ, ചർച്ച ചെയ്യാൻ സമയം കൊടുത്തിട്ടുമില്ല. ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ പഞ്ചായത്തുകൾക്ക് സംസ്ഥാന ബജറ്റിന് 40% വിഹിതം കൊടുക്കണമെന്ന് തീരുമാനിച്ച സർക്കാരാണല്ലോ LDF സർക്കാർ. അത് മറന്നിട്ട് നമ്മൾ സംസാരിക്കരുത്. ഈ പദ്ധതി വിഹിതം സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തിൽ 40%. അതാണ് ത്രിതല പഞ്ചായത്തുകൾ കൊടുക്കുന്നത്. അതിൽ നിന്നാണ് ലൈഫ് അടക്കമുള്ള പദ്ധതികൾക്ക് അവർ കൊടുക്കേണ്ടത്. ശ്രീ ജയന്തൻ, അങ്ങ് പറഞ്ഞു വന്നതിൽ നിന്ന് വിട്ടുപോയി. അങ്ങ് അത് പൂർത്തീകരിക്കാത്ത വീടുകളാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ നിയമസഭാ രേഖകൾ പ്രകാരം തന്നെ ഓരോ വർഷത്തിലും മാധു, ജയചന്ദ്രൻ സാറ് 2016 തോമസ് ചാണ്ടി മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. മന്ത്രിമാർ കൊടുക്കുന്ന, നിയമസഭയിൽ കൊടുക്കുന്ന കണക്ക് തെറ്റാവും അങ്ങ് പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങൊന്ന് പറയൂ. അല്ല, ആ ഒരു ഡിബേറ്റിലേക്ക് ഇപ്പൊ പോകണ്ടാന്നേ. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതെന്താ നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റിൽ നിങ്ങൾ ഒളിച്ചോടുന്നത് എന്താ? സംവാദം ഞാൻ പറയാം. ശ്രീ രാജു പിന്നാർ അങ്ങ് ചോദിച്ചല്ലോ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് എന്റെ സാങ്കേതിക കാര്യം അറിയുകയും ചെയ്യാം. മാത്രമല്ല, അത് നോക്കൂ ശ്രീ ജയേന്ദ്രൻ, ഞാനൊന്ന് കൂട്ടിച്ചേർക്കാം. ഇപ്പൊ നോക്കൂ, ഈ ജലീൽ കൊടുത്ത മറുപടിയിൽ തന്നെ 1 മിനിറ്റ് ഞാൻ പറയാം. അതായത് ആകെ 2,94,467 വീടുകൾ അനുവദിച്ചു. അതിൽ 2,75,538 വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ 4,000 വീട് പൂർത്തീകരിച്ച് ബാക്കിയുള്ള ഏതാണ്ട് 3,96,000-ലധികം വീടുകൾ, അല്ല 4,00,000-ലധികം വീടുകളും അവിടെ കിടക്കട്ടെ, അതൊന്നും പൂർത്തീകരിച്ചില്ല എന്ന് പറയുന്നത് ഈ നിയമസഭാ രേഖ പ്രകാരം ശരിയല്ല. അതെ, അല്ലാതെ പല നിയമസഭാ രേഖകളുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ കോടിയേരിക്ക് കിട്ടിയ നിയമസഭാ രേഖയല്ലേ? അരുണിനോട് പറഞ്ഞ് അത് തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? അരുണിന്റെ കയ്യിലിരിക്കുന്ന രേഖയാണത്, അല്ലേ? അത് കോടിയേരിക്ക് കൊടുത്ത നിയമസഭ എന്നല്ലേ? അങ്ങ് പറഞ്ഞതാണ് അതിന്റെ ഉത്തരം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഓരോ വകുപ്പുകളായിട്ടാണ് വീടുകൾ അനുവദിച്ചിരുന്നത്. പിന്നീട് ലൈഫ് മിഷനിലേക്ക് വരുമ്പോൾ അത് എല്ലാ വകുപ്പുകളും കൊടുത്തിരുന്ന വീടുകൾ ലൈഫ് മിഷനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യെസ്, അത് അപ്പം ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത വിവരാവകാശ പ്രകാരം ഉമ്മൻചാണ്ടി കൊടുത്ത, അതായത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കൊടുത്ത വീടുകളുടെ കണക്കാണ് ആ 4,000-ന്റേതെന്നാണ് എനിക്കറിയാവുന്ന. തിരുത്തിയാണെങ്കിൽ അഡ്വക്കേറ്റ് കെ ശരൺകുമാറിനോ അഡ്വക്കേറ്റ് എം ജയചന്ദ്രനോ തിരുത്താം. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ഭാഗം. കാരണം ഞാൻ പറഞ്ഞില്ലേ, 1.32 കൊടുക്കാൻ കഴിയുമായിരുന്നത് ഗവൺമെന്റിന് പദ്ധതി പ്രകാരം കൊടുക്കാൻ കഴിയുമായിരുന്നത്. അതിനെ മിഷൻ മോഡിലേക്ക് കൊണ്ടുവരുന്ന അടുത്ത സർക്കാർ മിഷൻ മോഡിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കൂടുതൽ പണം അനുവദിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അതിനെ കോംപ്രഹെൻസീവ് ആയിട്ടൊരു പ്രോജക്റ്റ് ആക്കി ഒരു മിഷൻ മോഡിലാക്കി മാറ്റുന്നത്. അങ്ങനെ നിരവധി ആൾക്കാർ അവരവരുടെ വീട് പണി പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ വീട് പണി പൂർത്തീകരിക്കുമ്പോൾ കൂടുതൽ പണം അനുവദിച്ചു, എല്ലാവർക്കും അനുവദിച്ചു. ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക്. 1.32 എന്ന് പറയുന്ന അങ്ങ് പറയുന്ന ഫിഗർ ഉണ്ടെങ്കിൽ എങ്ങനെ കുറച്ചെന്നുള്ള ഞാൻ പറഞ്ഞു.
എങ്ങനെയാ കുറച്ചെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇപ്പൊ. അല്ലാന്നേ, അല്ല, അത് പഞ്ചായത്തിന്റെ നിലപാട് എന്തായിരിക്കണം, പഞ്ചായത്തിന്റെ വിഹിതം എന്തായിരിക്കണം, അതിലെ പഞ്ചായത്തിന്റെ ഫണ്ട്. മാധു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അല്ലല്ല, ഞാൻ പറയാം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരുന്ന പ്ലാൻ സൈസ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് മേലായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല. ശരി, അല്ല 1.5 ലക്ഷത്തിന് കണക്കല്ല. കാരണം ഈ നിയമസഭാ രേഖയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് 3 ലക്ഷത്തിന്റെയും 3.5 ലക്ഷത്തിന്റെയും. ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് പോയിട്ടില്ല. ഒന്ന് വഴങ്ങണേ. ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് പോയില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, സത്യാനന്തര കാലമാണ്, പറയാൻ പറ്റില്ല. എല്ലാവർക്കും പറയാൻ കൃത്യമായ സത്യങ്ങളുണ്ട്. എല്ലാവർക്കും പറയാൻ സത്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, നിയമസഭാ രേഖ നമ്മൾ ഏറ്റവും പരിഭാവനമാണ് എന്ന് വിചാരിക്കുന്ന ആധികാരികമായ രേഖയെക്കുറിച്ചാണ് 2 സത്യങ്ങൾ വരുന്നത്. ഇതിൽ ഏത് വിശ്വസിക്കും? മധു, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെല്ലാം അവരവർക്ക് അനുകൂലമായ രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കുകയാണ്. ഏതെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഉത്തരം നിയമസഭയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധമായ രേഖയാണ്. അത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. അത് മാത്രമാണ് സത്യം. അതിനപ്പുറത്തുള്ള അതിനേക്കാൾ ആധികാരികമായിട്ടുള്ള രീതിയിൽ ഇനം തിരിച്ചുള്ള രേഖയാണ് ഇപ്പോൾ രാജു പി നായർ പറയുന്നത്. ഏതായാലും കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ പറയാൻ കഴിയും, ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷ കാലയളവിൽ 4000 വീടല്ല പണിതിട്ടുള്ളതെന്ന്. എൻ്റെ പഞ്ചായത്തിൽ തന്നെ പണിതിട്ടുള്ള വീടുകളെക്കുറിച്ച് എനിക്കറിയാമല്ലോ. 1000-ഓളം പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ, 900-ലധികം. പിന്നെ നഗരസഭകളുണ്ട്. ഇങ്ങനെ വിവിധ വകുപ്പുകളുടെ കീഴിൽ 5 വർഷ കാലയളവിൽ വെറും 4000 വീടേ പണിതിട്ടുള്ളൂ എന്നുള്ളതൊരു നോൺസെൻസാണ്. അതിന് ഏത് നിയമസഭാ രേഖയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും. മറിച്ച് ഇനി 4,47,000 പണിതിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവരുടെ മന്ത്രിമാർ തന്നെ കൊടുത്ത ഉത്തരം എന്നുള്ള നിലയ്ക്ക് അത് വിശ്വസിക്കാം. കാരണം അതിനുശേഷമാണ് ലൈഫ് മിഷനൊക്കെ വരുന്നത്. അതുകൊണ്ട് അന്നൊക്കെ വിവിധ വകുപ്പുകളുടെ കീഴിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ 4000-ൻ്റെ കണക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും തള്ളിക്കളയാവുന്ന ഒരു വസ്തുതയാണ്. അതേൽ കടിച്ച് തൂങ്ങാതിരിക്കുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് അരുൺ കുമാറിനും അതുപോലെ തന്നെ ജയേന്ദ്രൻ സാറിനും ഒക്കെ നല്ലത്. അതിന് മധ്യത്തിൽ അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ കുറച്ചുകൂടി സെൻസിബിളാണ്, ആളുകൾ ഇത് വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ ജയേന്ദ്രൻ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം ഈ വികസനത്തിന് മാത്രം ഈ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ നേട്ടങ്ങൾ അല്ലെങ്കിൽ 5 വർഷക്കാലത്തെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കപ്പെടണം എന്നാണ് ജയേന്ദ്രൻ സാർ പറയുന്നത്. വികസന നേട്ടങ്ങളല്ലേ വിലയിരുത്തപ്പെടേണ്ടത്, ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ജയേന്ദ്രൻ സാറിനോടും അരുൺകുമാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2016 ശേഷം 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ തെരഞ്ഞെടുപ്പിൽ, ആ 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് പലരും പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ പാലങ്ങളും ഏറ്റവും കൂടുതൽ റോഡുകളും ഒക്കെ നിർമ്മിച്ച, അതുപോലെ തന്നെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാന്ത്വനം കൊടുത്തൊരു സർക്കാരാണെന്നൊക്കെ കേരള സമൂഹം അംഗീകരിച്ചിരുന്നതാണ്. പക്ഷേ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയം ചർച്ച ചെയ്തേ? വിവാദങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉപയോഗിച്ചോ? ഒന്ന് ആത്മപരിശോധന നടത്തും. ഇപ്പോഴും വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ പ്രതിപക്ഷത്തിന്റെ ഇഷ്ടമനുസരിച്ച് തന്നെ. അന്നത്തെ സർക്കാർ ഉണ്ടാക്കി വെച്ച വിവാദം മിണ്ടാതിരിക്കാൻ കഴിയുമായിരുന്നോ? മിണ്ടാൻ കൊള്ളാമായിരുന്നോ? മാധു, ഞാൻ പറയുന്നത്, അപ്പൊ ഈ വിവാദങ്ങൾ കിട്ടിയാൽ ആരും വിടത്തില്ല, ആ വിവാദങ്ങൾ ഉപയോഗിക്കപ്പെടും. അപ്പൊ വികസനം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയരുത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. എനിക്കത് അന്ന് ചർച്ച ചെയ്തത് തെറ്റായിപ്പോയെന്നോ അല്ലെങ്കിൽ ആ ബാർക്കോഴ വിവാദവും സോളാർ കേസ് വിവാദവും ഒന്നും ചർച്ച ചെയ്യപ്പെടരുത്. ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു, വേണ്ടുവോളം ചർച്ച ചെയ്തു. പക്ഷേ അതിനുശേഷം അതൊക്കെ എവിടെ പോയി, എത്രത്തോളം വിവാദം ഉണ്ടാക്കിയെങ്കിൽ പോലും ആ സാധനങ്ങൾ എവിടെ പോയി, ആവിയായി പോയി എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ബാർക്കോഴ ഇപ്പോൾ എവിടെ പോയി, അതിലെ പ്രധാനപ്പെട്ട നായകൻ ആ പാർട്ടി ഇപ്പോൾ ആരുടെ കൂടെയാണെന്നും ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടു. സോളാർ വിവാദം എവിടെ പോയി, ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? അവസാനം CBIക്ക് വിട്ടിട്ട് CBI എന്ത് ചെയ്തു? അതും ആവിയായിപ്പോയി. അപ്പോൾ വിവാദങ്ങൾ പലപ്പോഴും ആ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളെ വല്ലാതെ സഹായിക്കും. ഇപ്പോഴും എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ,
വികസനത്തിൽ മാത്രമാണ് ചർച്ച ചെയ്യേണ്ടത്. ആ വികസനം മാത്രം ഓഡിറ്റ് ചെയ്ത് ആ വികസനത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള ആ വികസന നേട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാവണമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സർക്കാരിന് വികസന നേട്ടങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വികസന നേട്ടങ്ങളെല്ലാം വിലയിരുത്തപ്പെട്ട 5 or 6 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുപോയി, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് ഇതൊക്കെ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്തിട്ടും ഈ നേട്ടങ്ങളൊക്കെ വല്ലാതെ ആഘോഷിച്ചിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു ചേലക്കര ഒഴികെ ഒരിടത്തും ജയിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വികസനം വരുത്തിയ, ഇത്രയേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ കരുതലും അതുപോലെ തന്നെ മറ്റ് സാന്ത്വനവുമായിട്ട് ഈ ജനങ്ങളുടെ കണ്ണീരൊപ്പും ഹൃദയ തുടിപ്പുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തൊരു സർക്കാരിന് ഇനിയിപ്പോൾ ഏതിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്, ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന പല തെരഞ്ഞെടുപ്പുകളിലും സത്യത്തിൽ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ടത്ര ബോധ്യപ്പെട്ടിട്ടില്ല, ജനങ്ങൾ അതിന് അംഗീകാരം കൊടുത്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അവർക്ക് ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ തേച്ച് മിനുക്കി ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിൽ അലോസരപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വിട്ടുകൊള്ളുന്നത് ആർക്കാണെന്നുള്ളതാണ് കൗതുകത്തോടെ നമ്മൾ നോക്കുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇത് നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസമായി ഡീൽ ആരോപണങ്ങൾക്ക് ശേഷം ഏറ്റവും ശക്തമായി വരുന്നത് സാമുദായികമായിട്ടുള്ള ചില നീക്കുപോക്കുകളെ കുറിച്ചാണല്ലോ. ഇതിപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുകയാണ് PDPയുടെ വോട്ട് വേണം എന്നത് SDP വോട്ട് വേണം എന്നത് വ്യക്തമാക്കുകയാണ്. PDP നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടു പറയുകയാണ് PDPയുടെ വോട്ട് മാത്രമല്ല LDFന്, അതുപോലെ അവർ പ്രചാരണത്തിലടക്കം ഇറങ്ങി പുറപ്പെടും, എല്ലാ സഹായവും ഇടതുമുന്നണിക്ക് നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ UDFനെ വലിയ രൂക്ഷമായി വിമർശിക്കുന്ന സമയത്ത് ഈ വക പാർട്ടികൾ എല്ലാവരും അണിചേരുകയല്ലേ കുറുമുന്നണിയായിട്ട്? ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി നുണ പറയുന്ന കാര്യത്തിൽ VD സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇപ്പം 1/2 മിനിറ്റ് കൊണ്ട് 330 വീട് നിർമ്മിച്ച ആളാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ കോൺഗ്രസിന്റെ 100 വീട്, രാഹുൽ ഗാന്ധിയുടെ 100 വീട്, കർണാടകത്തിലെ 100 വീട്, യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്, ഇപ്പം 330 ആയില്ലേ എന്ന് ചോദിച്ച് കൈ ഇങ്ങനെ കൊട്ടിപ്പോയത് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെയാണ് അദ്ദേഹം ഈ കണക്ക് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, ഇവിടെ ഗുണഭോക്തൃ ലിസ്റ്റ് പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. നമുക്കത് പരിശോധിച്ചാൽ ആ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കാം. പിന്നെ ഇവിടെ ചർച്ച ഉയർന്നു വരുന്ന ചില രാഷ്ട്രീയ വിഷയങ്ങൾ ഇപ്പോൾ വീണ്ടും ഡീലിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ സാമുദായിക സംഘടനയിലേക്ക് പോയി. ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യരുതെന്ന് കോൺഗ്രസിനും ചില മാധ്യമങ്ങൾക്കും ഇവിടെ നിർബന്ധമുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി തന്നെ വർഗീയ ശക്തികളും സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഒരാഴ്ച മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. അതിനുശേഷം പല ഘട്ടത്തിലും അവർ അത് ആവർത്തിക്കുകയും ചെയ്തു. പിന്നീട് ഓരോ ദിവസവും നിങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞ നിലപാടിനേക്കാൾ വലിയൊരു നിലപാട് ഇവിടെ ഇല്ല. അത് അതിൽ ആധികാരികമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ടേ? ഇപ്പൊ എന്താ ഇത്രയും നാളെ UDF പറഞ്ഞുകൊണ്ടിരുന്നേ? മിസ്റ്റർ പിണറായി വിജയൻ ഈ ദേശീയപാത ഒരിക്കലും പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതല്ലേ VD സതീശൻ? തീരദേശ ഹൈവേ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? മലയോര ഹൈവേ ഞങ്ങൾ ജീവിതത്തിൽ അനുവദിക്കില്ല. അതുപോലെ തന്നെ തുരങ്കപാത ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? കപ്പൽ പോയിട്ട് ബോട്ട് പോലും ഈ വിഴിഞ്ഞത്ത് അങ്ങ് ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞതല്ലേ? അവിടെ ക്രെയിൻ വരുമ്പോൾ ഉദ്ഘാടന മാമാങ്കം നടത്താൻ നാണമില്ലേ എന്ന് ചോദിച്ചതല്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ UDFന്റെ കൺവീനർ അല്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞതും UDFന്റെ കൺവീനർ അല്ലേ? അങ്ങനെ പറഞ്ഞ് എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ അള്ളുവച്ച നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ മേഖലകളിലെല്ലാം ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വികസന നേട്ടങ്ങൾ കൊയ്തത്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചർച്ച ചെയ്യാൻ UDF തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. 17 വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ രണ്ടാം ഘട്ടം വരെ പൂർത്തീകരിക്കുന്ന ഘട്ടമാകുമ്പോഴും UDF എത്ര നുണപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ പോലും
മാധ്യമങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ മുദ്രാവാക്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 10 വർഷത്തെ ഭരണത്തിന്റെ തുടർച്ച കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടം, അത് സാമൂഹ്യ സുരക്ഷാ രംഗത്തും അതിദാരിദ്ര്യത്തെ അതിജീവിച്ച ഘട്ടത്തിലും ഇനി പാവപ്പെട്ട എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ ഈ സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത തരത്തിൽ, അതിനുള്ള ഒരു അവസരമില്ലാത്ത തരത്തിൽ ഈ നാടിനെ മാറ്റും എന്നതിൽ ഊന്നിക്കൊണ്ടുള്ള ഞങ്ങളുടെ അടുത്ത പ്രകടന പത്രിക നാളെ പ്രകാശനം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും നിങ്ങൾ ഉയർത്ത്, നമുക്ക് അത്തരത്തിലുള്ള സംവാദങ്ങളാകട്ടെ. ആ സമയത്താണ് അതൊന്നും വേണ്ട, ഡീല് എന്നിട്ട് എന്തിയെ ഡീലിന്റെ ആളുകൾ എവിടെ പോയി? ഇന്ന് ചില ചോദ്യങ്ങൾ വന്നല്ലോ. ഹരിയാനയിൽ നടക്കുന്ന ഡീലുമായി ബന്ധപ്പെട്ടുള്ള കേസ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ നിന്ന് വോട്ട് ചെയ്യാതെ നിങ്ങൾ പ്രത്യക്ഷമായി വോട്ട് ചെയ്യാതെ തന്നെ മാറിയ വിഷയങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ അതൊന്നും ഒരു ചർച്ചയല്ല, മറിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള വ്യാജ വാർത്തകളും കള്ളവാർത്തകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയ വിഷയം ബീഹാറും ഹരിയാനയും ഒക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ നോക്കൂ, കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് SDP-യുടെ വോട്ട് വേണം എന്നാണ്. അദ്ദേഹം LDF-ന്റെ ഭാഗമാണ്. അല്ലല്ല, SDIPക്ക് LDF സംരക്ഷണം കൊടുക്കുന്ന അതും പറഞ്ഞു അത് വിട്ടുപോയതാ. ശരി, സോറി. അതും പറഞ്ഞു SDP-ക്ക് സംരക്ഷണം കൊടുക്കുന്നത് LDF ആണ് എന്നത് കൂടി പറഞ്ഞു. മാത്രമല്ല, ഇപ്പൊ MA ബേബി തന്നെ 2 അഭിപ്രായം പറഞ്ഞു 2 ദിവസം. നിങ്ങളുടെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിക്ക്, നിങ്ങളുടെ മങ്കടയിലെ സ്ഥാനാർത്ഥിക്ക് ഒക്കെ വോട്ട് വേണം, നിങ്ങളുടെ V ശിവൻകുട്ടിക്ക് വോട്ട് വേണം, ആരുടെയും വോട്ട് വേണ്ട എന്നാണ് പറയുന്നത്. ഇവർക്ക് ആർക്ക് പറഞ്ഞുകൂടെ MA ബേബി പറയുന്നതിനപ്പുറം പാർട്ടി അഭിപ്രായമില്ല എന്ന്? അല്ല, ഈ മഞ്ചേശ്വരത്തെ SDPIയുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചിട്ട് വന്നിട്ട് എന്താ പറഞ്ഞേ? മാധു കേട്ടതാണോ? ഞാൻ കേട്ടു. PK കുഞ്ഞാലിക്കുട്ടി അടക്കം സമ്മർദ്ദം ചെലുത്തി എന്ന് പറഞ്ഞു. അതിനെന്താ അത് പറഞ്ഞു? അപ്പൊ SDPIയുടെ ആരുടെ ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി സമ്മർദ്ദം ചെലുത്തുമ്പോഴേക്കും നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറായ ആൾ ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നോമിനേഷൻ പിൻവലിച്ചത്? അല്ല, അത് നമുക്ക് കോൺഗ്രസിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് അത് വളരെ വ്യക്തമാണ്, അത് പറയുകയും ചെയ്തു SDP. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ അത് ഞാൻ കോൺഗ്രസ്സുകാരോടല്ലേ ചോദിക്കേണ്ടത്? അഡ്വക്കേറ്റ് കെ ശരൺകുമാർ, ഞാൻ ചോദിക്കാം, ഞാൻ വാക്ക് തരുന്നു, ഞാൻ ചോദിക്കാം. പക്ഷേ നിങ്ങളുടെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി പറഞ്ഞെന്താ? അതെനിക്ക് നിങ്ങളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മങ്കടയിലെ സ്ഥാനാർത്ഥി പറഞ്ഞു നിങ്ങൾക്ക് വോട്ട് വേണമെന്ന്. നിങ്ങളുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ SDP-യുടെ വോട്ട് വേണമെന്ന് മാത്രമല്ല SDP LDF സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. V ശിവൻകുട്ടി പറഞ്ഞു എല്ലാവരുടെയും വോട്ട് വേണമെന്ന്. ഇനി പോളിംഗ് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാവരെയും പിന്തിരിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് MA ബേബി പറഞ്ഞു. ആകെ ഇതിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു ഉത്തരം പറഞ്ഞത് ആരാ? അത് M സ്വരാജാണ്. അത് ഞാൻ സമ്മതിച്ചു. അത് ഒറ്റ കാര്യം, ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വോട്ട് ചോദിക്കും. ഇപ്പോൾ ഒരു വീട് കയറ്റം, കോൺഗ്രസ്സുകാരന്റെ വീട്ട് അല്ലെങ്കിൽ BJP-ക്കാരന്റെ വീട് മാറ്റി വെച്ചിട്ടല്ല വീട് കയറുക. വീട് കയറും, എല്ലാ വീട്ടിലും കയറി വോട്ട് ചോദിക്കും. ഞങ്ങൾ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൃത്യമായി വ്യക്തമായി പറഞ്ഞു, SDP-യുമായി യാതൊരുവിധ നീക്കുപോക്കും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ചിന്തയും ഞങ്ങൾക്കില്ല എന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞു. സഖാവ് M സ്വരാജ് വളരെ കൃത്യമായിട്ട് ഇതേ പാർട്ടി ജനറൽ സെക്രട്ടറി കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞു, അതിൽ കൂടുതൽ വലിയൊരു നിലപാട് ഞങ്ങൾക്കില്ല. എന്ന് ഞങ്ങൾ വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ വാക്കിനും പാർട്ടിയുടെ നയപരിപാടികൾക്കും പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളോടും വില വേണം എന്നേ ഞാൻ അതിൽ പറയാനുള്ളൂ. ശ്രീ രാജു പി നായർ, പക്ഷെ അതേസമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾക്ക് പഥ്യമാണ്. നിങ്ങൾക്ക് SDP-യുടെ വോട്ട് പാലക്കാട് പഥ്യമായിരുന്നു. അന്നൊന്നും മിണ്ടിയില്ല, പറഞ്ഞില്ല. അല്ല, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ പാർട്ടിക്കകത്ത് എന്തെങ്കിലും വിലയുണ്ടോ? ഇവിടെ മറ്റേ PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ട് വന്നിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഞാൻ പറയട്ടെ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാം, കാരണം കുറേ നമ്മളിതും സംസാരിച്ചു. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ പോട്ടെ. ചൂരൽമലയെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? ഞങ്ങൾ എത്ര പിരിച്ചു എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ഞങ്ങൾ പിരിച്ച പൈസയ്ക്ക് അവിടെ 3.28 ഏക്കർ സ്ഥലം മേടിച്ച് അത് രജിസ്റ്റർ ചെയ്തു. 2.17 ഏക്കറിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഹൗസിംഗ് പെർമിറ്റ്, ഈ ഇതിനുള്ള മോഡൽ ഹൗസിനുള്ള ഹൗസിംഗ് പെർമിറ്റ് അപ്രൂവ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും പണി ചെയ്തു. എനിക്ക് അക്കാഡമിക് മേപ്പാടി പഞ്ചായത്തിൽ ഒരു അപേക്ഷയും കൊടുത്തിട്ടില്ല. അപ്രൂവ് ചെയ്തതിന്റെ ഒരു എന്തെങ്കിലും ഒരു രേഖ കാണിക്കാമോ? ഈ ഹൗസിംഗ് പ്രോജക്ടിന്റെ കാര്യമല്ല അഡ്വക്കേറ്റ് കെ ശരൺകുമാർ പറയുന്നത്, ഒരു മോഡൽ ഹൗസിന്റെ ഒരൊറ്റ വീടിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷമാണല്ലോ പെർമിറ്റ് ഓർഡർ 1770389773334 പെർമിറ്റ് ഓർഡർ, മേപ്പാടി പഞ്ചായത്തിന്റെ പെർമിറ്റ് ഓർഡർ വേണോ മോഡൽ ഹൗസിന് വേണ്ടിയിട്ടുള്ളത് ഇല്ലേ? ആദ്യത്തെ ഒരു വീട് പണിതിട്ടതിന് ശേഷം ഒരു മിനിറ്റ് CPM
ഞാനിവിടെ ഇരിക്കാം. ആ joint account ഒരു മറുപടി എവിടെയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള joint account? എവിടെയാണ് രാഷ്ട്രീയ പാർട്ടി കൊടുക്കുന്ന കണക്കിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിൽ പോലും പെടാതെ നയാ പൈസ ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി. കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പറയാവോ? CPM എത്ര രൂപ പിരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പറയാവോ? അത് മനസ്സിലായല്ലോ ശ്രീ രാജു പി നായർ. CPM തീരുമാനിച്ചത് കേരളത്തിന്റെ CPM കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വീട്ടിലും ചെന്ന് കേക്കൂ CPM കേരളത്തിലെ മുഴുവൻ വീടുകളിലും ചെന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഒരു നോട്ടീസ് പ്രിന്റ് ചെയ്ത് ആ ദുരന്തത്തിന്റെ ഏറ്റവും വിഷമിക്കുന്ന ആ ഘട്ടം വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാനാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐ കൂലിപ്പണിയെടുത്ത് ബിരിയാണി ചലഞ്ച് നടത്തി തടിച്ചു വന്ന 20.5 കോടി രൂപ 20.5 കോടി രൂപ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ശരിയാണല്ലോ. CPMന്റെ ഇപ്പോഴത്തെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഇനി ഇപ്പോൾ നികേഷ് കുമാർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ലാത്ത ഒരു റിലീസിനെ കുറിച്ച് പറയാം. August 1, 2024 വയനാട് ട്രാജഡി എക്സ്പ്രസിംഗ് സോളിഡാരിറ്റി ബൈ ഡൊണേറ്റിംഗ് ജനറസ്ലി. ആദ്യം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. എ സ്പെഷ്യൽ ഫണ്ട്, the Wayanad Relief Fund is being set up by the CPM Central Committee Office, AK Gopalan Bhavan, New Delhi, 110. Central Committee appeals all to generously donate to this fund. Bank details, account name, Communist Party of India, Marxist. Account number 076210043283. Bank Punjab and Singh Bank. ബ്രാഞ്ച് ഭായ് വീർ സിംഗ് സാഹിത്യ സദൻ ന്യൂഡൽഹി. ഈ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു അരുൺകുമാറെ? നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടാണ്, ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടാണ്. എത്ര രൂപ വന്നു അരുൺകുമാർ പറ? എത്ര രൂപ വന്നു? നിങ്ങൾ ഈ കനകോലുവിന്റെ തിയറിയും വെച്ചോണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നോക്കി എന്തൊക്കെയോ വായിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ MLA-മാർ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ, ഞങ്ങളുടെ ജനപ്രതിനിധികൾ, ഞങ്ങളുടെ MLA-മാർ, ഞങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാവരും അവർക്ക് കഴിയുന്ന വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. താങ്കളുടെ MP, വയനാട്ടിലെ MP, വയനാട്ടിലെ MP ഒരു മിനിറ്റ് എനിക്ക് സ്ക്രീനിലൊന്ന് കാണിക്കൂ. താങ്കൾ കേൾക്കൂ, എന്തിനാ എത്ര ബുദ്ധിമുട്ട്? ഞങ്ങളുടെ ജനപ്രതിനിധികളും ഞങ്ങളുടെ ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും MLA-മാരും അടക്കം കൃത്യമായി. ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് കെ സരൺകുമാർ, CPM എത്ര പണം പിരിച്ചു എന്ന് രാജു പി നായർ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. CPM അങ്ങനെ ഒരു ഫണ്ടിനെ കുറിച്ച് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനല്ലേ CPM ആഹ്വാനം ചെയ്തത് എന്ന് അങ്ങ് പറഞ്ഞതായിരുന്നു എന്റെയും വിവരം. അങ്ങ് ഇപ്പൊ പറയുന്നല്ല നേരത്തെ. പക്ഷെ അദ്ദേഹം നിങ്ങളുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഡൽഹിയിലെ AKG സെന്ററുമായി ബന്ധപ്പെട്ട ഒരു അഡ്രസ്സും അതിലേക്ക് പണം സംഭാവന ചെയ്യണം എന്നാവശ്യപ്പെട്ട് നിങ്ങൾ കൊടുത്ത റിലീസും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ അദ്ദേഹത്തിന്റെ ആ മൊബൈൽ സ്ക്രീൻ സൂം ചെയ്യുന്നുണ്ട്. അതിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ കാണുന്നത് എന്നത് എനിക്ക് കാണുന്നുണ്ട്. അപ്പോ ഇത് ഒരു വ്യാജരേഖയാണെന്നാണോ? ഇങ്ങനെ ഒരു അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പണം പിരിച്ചിട്ടുണ്ടോ? അതിൽ എത്ര പൈസ ഉണ്ടായിരുന്നു? അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരു രൂപത്തിലും ഡയറക്റ്റ് ആയിട്ട് പണം പിരിച്ചിട്ടില്ല. ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റിയോ ഏതെങ്കിലും മറ്റ് MLA-മാർ, മറ്റ് MP-മാർ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതാത് സമയത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. ഒരു തരത്തിൽ പോലും അത് കൈമാറാതിരുന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം മൊബൈലിൽ കാണുന്ന രേഖ എനിക്ക് കാണാൻ കഴിയില്ല, ഞാൻ ആ രേഖ കണ്ടിട്ടില്ല. ഏതായാലും അത് വെരിഫൈ ചെയ്യാം. ഒരു തരത്തിലല്ല. അല്ല, ഇവിടെ അര മിനിറ്റ് കൊണ്ട് 330 വീട് നിർമ്മിച്ചവരല്ലേ? ഞാൻ ആ രേഖ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്കതൊന്ന് ഫോർവേഡ് ചെയ്ത് തരും, ഞാനത് വായിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതെല്ലാം തിരിഞ്ഞു നോക്കുന്ന സാഹചര്യം വരും.
മാധു വാട്സാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സ്ക്രീനിൽ അല്ല, ഒരിക്കലില്ല. അല്ല, രാജു പി. നായരല്ലേ പറയുന്നത്? രാജു പി. നായരാണ് പറയുന്നത്. ആ രേഖ തന്നാൽ ഇപ്പം ആങ്കർ എന്ന രൂപത്തിൽ മാധുവിന്റെ കയ്യിൽ രേഖയില്ല, എന്റെ കയ്യിൽ രേഖയില്ല. ഒരു രേഖ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ കാണിച്ചിട്ട് ഇതിന് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. ഞാനത് പരിശോധിച്ചിട്ട് പറയാം. ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലേ ഉള്ളൂ. പ്രേക്ഷകർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് അതിന്റെ ലാഗ് പരിഗണിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് അഡ്വക്കേറ്റ് അരുൺകുമാറിന് അയച്ചു തരാം. അപ്പോൾ പിന്നെ അങ്ങേക്ക് അത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യാമല്ലോ. ഞാൻ അങ്ങേക്ക് അത് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ ലിങ്ക് തന്നെ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വയനാട് ട്രാജഡി എന്നുള്ളതാണ് അതിന്റെ ഹെഡിംഗ് എന്ന് പറയുന്നത്. August 1, 2024 പോളിറ്റ് ബ്യൂറോ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്: വയനാട് ട്രാജഡി എക്സ്പ്രസ് solidarity by donating generously. The devastating landslide disaster in Wayanad has claimed almost 300 lives, injured hundreds, and led to a huge loss in property. The LDF government in Kerala is striving its utmost to rush relief and help in rehabilitation of families. The CPM and mass organizations in Kerala are also involved in relief work. A special fund, the Wayanad Relief Fund, a special fund and the header on a Wayanad Relief Fund is being set up at the CPM Central Committee Office, AK Gopalan Bhavan, 2729 Bhaivir Singh Marg, New Delhi. Address കൊടുക്കുന്നു. Bank details of for sending money to Wayanad Relief Fund and account number കൊടുക്കുന്നു. ഇതിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും CPM-ന്റെ സൈറ്റിൽ കിടക്കുന്നതാണ്. അങ്ങേക്ക് ഇത് വെരിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ പറയൂ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? എത്ര രൂപ മോഷ്ടിച്ചു? ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? ശവന്തൂക്കികളെ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വെരിഫൈ ചെയ്യട്ടെ. CPM രാജു പി. നായരെ ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ മതി. കോൺഗ്രസ് ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള ഒരു രേഖ വെരിഫൈ ചെയ്യണം. ഇത്തരത്തിൽ വെരിഫൈ ചെയ്യാതെ അത്തരത്തിലൊരു രേഖ വെരിഫൈ ചെയ്യാതെ നമുക്ക് പറയാൻ കഴിയില്ല. ആങ്കർ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ അദ്ദേഹത്തെ അനുവദിക്കരുത്. അദ്ദേഹത്തിന്റെ നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് തോന്നിവാസം പറയാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള അതൊക്കെ വീഡിയോ ചെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ കോൺഗ്രസിന്റെ ഓഫീസിൽ ചെന്ന് പറയാം. അതൊക്കെ കോൺഗ്രസിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ മതി. ആരോപണങ്ങൾ വന്നതിന്റെ മൊമെന്റിലല്ല എം സ്വരാജ് വാക്ക് ഉപയോഗിച്ചത്. മാസങ്ങൾ നീണ്ട 1.5 വർഷത്തിന് ശേഷമാണ് ഉപയോഗിച്ചത്. അങ്ങിപ്പോ ശരിയാണ് അങ്ങ് പറഞ്ഞ കാര്യം. ഞാൻ അത് വാദത്തിനെടുത്തു. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ അത് വാദത്തിനെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു മൊമെന്റ് അവർക്ക് കൊടുക്കണം. മാധു, CPM-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന രേഖ നിങ്ങളുടെ സംസ്കാരമാണ്. പരാമർശങ്ങൾ നടത്താൻ ഒരു പൊതുവേദി ഉപയോഗിക്കരുത്. ഒരു രേഖ കിട്ടിയാൽ അത് പരിശോധിക്കാനുള്ള ഒരു മിനിറ്റ് തരൂ. അഡ്വക്കേറ്റ് ദയവ് ചെയ്ത് ശ്രീ രാജു പി. നായർ സംസാരിക്കരുതേ. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിന്റെ ഹോമിൽ പോകുമ്പോൾ ഇതാണ് അതിന്റെ സ്ക്രീൻ. ഒന്ന് ക്യാമറ ഒന്ന് സൂം ചെയ്യൂ. ഇതാണ് അതിന്റെ സ്ക്രീൻ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ഈസ് കമ്മിറ്റഡ് ടു റൈറ്റ് ടു വർക്ക് ടു ഫ്രീഡം ഫ്രം ഹങ്കർ എന്ന് നിങ്ങളുടെ തലവാചകങ്ങൾ എഴുതിയ, നിങ്ങളുടെ ആപ്തവാക്യങ്ങൾ എഴുതിയ ഈ സ്ക്രീൻ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ എന്ന് ഞാൻ അയച്ച ലിങ്കിൽ നിന്ന് അങ്ങേക്കത് ബോധ്യപ്പെടാം. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അങ്ങത് ബോധ്യപ്പെടൂ. അങ്ങേക്കറിയാമല്ലോ. ഇപ്പൊ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അറിയില്ല, ശ്രീ രാജു പി. നായർക്ക് അറിയില്ല. ഞങ്ങൾ കാത്തിരിക്കാം. അങ്ങത് വെരിഫൈ ചെയ്യൂ. അങ്ങേക്കറിയാമല്ലോ. അങ്ങ് പാർട്ടി ക്ലാസ്സിൽ കുറച്ച് ഇരുന്നിട്ടുണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞേ? അല്ല മാധു, ഒറ്റ മിനിറ്റ്. മാധു എനിക്ക് അയച്ച ലിങ്ക് ഓപ്പൺ ആകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്പൺ ആക്കി അത് വെരിഫൈ ചെയ്യണം. ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് പരിശോധിക്കട്ടെ. ഇത്തരത്തിൽ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഒരു രേഖ അയച്ചിട്ട് ഇത് പരിശോധിച്ച് ഇപ്പോൾ തന്നെ പറയാം. നമുക്കിരിക്കാം. ഒരു കുഴപ്പമില്ല, ഒരു സംശയമില്ല. ശ്രീ രാജു പി. നായർ ഓപ്പൺ ചെയ്ത് വായിച്ച ലിങ്ക് എനിക്ക് അയച്ചു. എനിക്ക് ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങേക്ക് അതിനുള്ള സംവിധാനമില്ലേ? ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ആ സംവിധാനം ഇല്ല. ശരി, ഞങ്ങളുടെ ക്യാമറയിലേക്ക് വെക്കൂ. എന്നിട്ട് ലിങ്ക് ഒന്ന് പ്രസ് ചെയ്യൂ.
എനിക്ക് മനസ്സിലായില്ല. ആ, ഇത് പരിശോധിക്കാം. അങ്ങ് ഇതിനൊക്കെ- സ്ക്രീൻ അല്ല, ഒന്ന് മാധു, പ്രസ് ചെയ്തിട്ട് ഇത്തരത്തിലൊരു കാണിക്കൂ. രേഖ അയക്കുന്നു. ഇത് പരിശോധിച്ച് നോക്കാനുള്ള ഒരു അവസരം, ഇത് പരിശോധിച്ച് നോക്കാനുള്ള ഒരു അവസരം നമുക്ക് വേണം. അല്ലാതെ ഇപ്പോൾ തന്നെ നോക്കി നിങ്ങൾ അത് പറയൂ. ഇത് അത് ജനാധിപത്യ മര്യാദ എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുകയുമാണ്. അത് ഒരു ജനാധിപത്യ മര്യാദ എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുകയുമാണ്. ശ്രീ രാജു പി നായർ അങ്ങ് ഒരു വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദ എന്ന നിലയ്ക്ക് അവർക്ക് സമയം കൊടുക്കണം. അങ്ങ് ഉപയോഗിച്ച നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. സൈറ്റ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാനും കഴിയുന്നുണ്ട്. ഇതാണ് അതിന്റെ ഹോമിൽ പോവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സൈറ്റാണ് അവിടെ ലഭ്യമാവുകയും ചെയ്യുന്നത്. വലിയ ആരോപണമാണ്. അക്കൗണ്ട് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്, അഡ്രസ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ CPM-ന് കുറച്ച് സമയം അനുവദിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ മര്യാദയാണ് എന്നിരിക്കെ ഇത് വിസ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ്. സ്വാഭാവികമായും ഇന്നൊന്നും ചർച്ചയിലൊന്നും വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. വലിയ വാർത്തയാണത്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ഗൗരവം ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇത് തുടർ ദിവസങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യും. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കണക്കും ഒരു കാര്യവും പറഞ്ഞില്ല. ഈ ചർച്ചയിൽ തന്നെ രാജു പി നായർ CPM എത്ര വീട് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ ഏറ്റവും ആക്റ്റീവായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ അരുൺകുമാറിന് തന്നെ പറയാനുണ്ടായിരുന്ന CPM ആ തരത്തിൽ ഫണ്ട് പിരിച്ചിട്ടില്ല. CPM മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. അദ്ദേഹത്തിന് അതിന്റെ സമയം അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിന്റെ സമയം കൊടുക്കേണ്ടതുണ്ട്. അത് വെരിഫൈ ചെയ്ത് പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ജോർജ് പടിപ്പാറ അതിനുള്ള സമയം കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊരു കലങ്ങിമറിയലാണ്. ഇത് വലിയ വിവാദങ്ങൾക്ക് ഉള്ള തിരികൊളുത്തലാണ്. മധു, ഇത് ഏതായാലും ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാനിരുന്നൊരു ചർച്ചയിൽ ഈ ശവന്തീനി ആ ഫണ്ട് വെട്ടിച്ച അവരുടെ ശവശരീരങ്ങൾ കാണിച്ച് വാങ്ങിയെടുത്ത ഫണ്ട് വെട്ടിച്ച എന്ന് പറഞ്ഞ് നിരന്തരം ആ വാക്ക് ഉപയോഗിക്കുന്ന അതിന് ഞാൻ സാക്ഷിയാണ്. ആ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ശവന്തീനികൾ എന്നുള്ള ഈ പ്രയോഗം വീണ്ടും ആവർത്തിച്ച് ഉപയോഗിച്ചത് CPM-നെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ വന്ന പലരും അത് ഉപയോഗിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ച് രാജു പി നായർ ഞാൻ വിചാരിക്കുന്ന അത്തരം പ്രയോഗങ്ങളുടെ ആവശ്യമില്ല എന്നാണ്. ഇതൊക്കെ അതിര് കടന്ന പ്രയോഗമാണ്. ഈ രാഷ്ട്രീയത്തിന്റെ എല്ലാ മാന്യതയും അന്തസ്സും കളഞ്ഞു കുളിക്കുന്ന ചർച്ചയ്ക്ക് വരാൻ. ശ്രീ അരുൺകുമാർ, ഈ സമയത്ത് അങ്ങേക്ക് ആ ലിങ്ക് ഓപ്പൺ ആകുമോ എന്ന് പരിശോധിക്കാവുന്നതാണ് കേട്ടോ. ശ്രീ ജോർജ് പടിപ്പാറ സംസാരിക്കുകയാണല്ലോ. ശ്രീ ജോർജ് പടിപ്പാറ തുടരൂ. ഇല്ല. തീർച്ചയായിട്ടും ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇത്രയും ദിവസം ഏകപക്ഷീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് CPM നേതാക്കൾ, CPM സൈബർ ഹാൻഡിലുകളൊക്കെ ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിച്ച് ഇന്നത്തെ ചർച്ചയിൽ പോലും ഇദ്ദേഹം ചോദിച്ച എത്ര പരുഷമായ ചോദ്യമാണ് അരുൺകുമാർ ചോദിച്ചത്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ ആ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വാദിക്കുന്നത് ഇതിനു വേണ്ടി പിരിച്ച പണം കൊണ്ടാണോ? നിങ്ങളുടെ ആളുകൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന പണം ഇങ്ങനെ പിരിച്ചെടുത്ത പണമാണോ എന്ന് ചോദിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അരുൺകുമാർ ചോദിച്ചു പ്രകോപിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് മിണ്ടാൻ പറ്റാതെ ഇരുന്ന രാജു പി നായർ തനിക്കൊരു അവസരം വീണ് കിട്ടിയപ്പോൾ ഇതിനെയൊക്കെ വർദ്ധിത വീര്യത്തോടെ തിരിച്ചാഞ്ഞടിച്ചു എന്നേ ഉള്ളൂ. ഇത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് അരുൺകുമാറും മനസ്സിലാക്കണം, രാജു പി നായരും മനസ്സിലാക്കണം. പക്ഷേ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ഈ വിഷയം എത്രയോ ഭംഗിയായിട്ട് വേറെ രീതിയിൽ പറയാം. ശവന്തീനിന്നും വിളിക്കണ്ട, ശവന്തൂക്കിന്നും വിളിക്കാതെ തന്നെ ഈ കാര്യങ്ങൾ പറയാവുന്നതേ ഉള്ളൂ. ഇത് അരുൺകുമാറിൻ്റെ നിലവാരത്തിനും രാജു പി നായരുടെ നിലവാരത്തിനും ചേർന്ന പദപ്രയോഗങ്ങളല്ല, CPM-ന്റെ നിലവാരത്തിനും കോൺഗ്രസിൻ്റെ നിലവാരത്തിനും ചേർന്ന പദപ്രയോഗങ്ങളല്ല എന്നെനിക്കൊരു വിനീതമായ അഭിപ്രായമുണ്ട്. ഞാനത് പിൻവലിക്കുന്നു. ശരി, ഓക്കെ. ശ്രീ അരുൺകുമാർ, അങ്ങ് ശ്രമിക്കുകയുണ്ടായി. അങ്ങേക്ക് ഇത് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോവുകയാണെങ്കിൽ CPM-ന്റെ പ്രതിനിധികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ നാലുപാട് നിന്നും അതുമായി ബന്ധപ്പെട്ട ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ പ്രവർത്തിക്കാറുണ്ട്. ഇല്ല, അത് വെരിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങ് കൊലഞ്ചേരി MLA ഓഫീസിലാണ് ഇരിക്കുന്നത്. MLA ഓഫീസിൽ ഒരു വൈഫൈ സംവിധാനമില്ല, അവിടെ നിന്നൊന്ന് ഒരു ഇന്റർനെറ്റ് സംവിധാനം ഇല്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് ബാലിശമാണ്. അല്ല, താങ്കൾ സംശയിക്കേണ്ട. താങ്കൾ ഇപ്പോൾ ഈ ചർച്ച നീട്ടി അതിന്റെ ഇപ്പൊ തന്നെ ഉത്തരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. അവസരം വേണം, അതാണ് രാഷ്ട്രീയ മര്യാദ. അയച്ചു തന്നതാണ്. അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സമയം
ഒരു ബ്രീത്തിങ് ടൈം അനുവദിക്കുക എന്നുള്ള താങ്കളുടെ മര്യാദ. എന്റെ മര്യാദയാണ് ഞാൻ അങ്ങയോടൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ, അങ്ങേക്ക് അത് സാധിച്ചോ എന്ന്. ശരി, നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാം. എന്തായാലും വലിയൊരു ആരോപണമാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. CPM വ്യക്തിപരമായി അല്ലെങ്കിൽ CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലാതെ ഒരു ഫണ്ട് സമാഹരണം നടത്തിയെന്ന് അഡ്രസ്സും അക്കൗണ്ട് നമ്പറും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീ രാജു പിനാരി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് കെ സരൺകുമാർ പറയുന്നത്. അദ്ദേഹത്തിന് ആ ഫണ്ടിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. CPM അങ്ങനെ ഒരു സംരംഭമേ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആരോപണവും. സ്വാഭാവികമായും കേരളത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന വിവാദം തന്നെയായിരിക്കും ഇത് എന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുകയും Debate with Madhu Saji.